എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മ അവരുടെ സഹോദരങ്ങളോട് എന്തെങ്കിലും കാരണത്താൽ പിണങ്ങിയിട്ടുണ്ടാവാം. നമ്മുടെ വാപ്പാട അനുജൻ ജ്യേഷ്ഠന്റെ വാപ്പാട സഹോദരിമാരോട് നമ്മുടെ വാപ്പ മിണ്ടാതിരിക്കുന്നുണ്ടാവാം. പക്ഷേ ആ പിണക്കത്തിലൊന്നും ഒരു കാരണവശാലും നമ്മൾ കക്ഷികളാവരുത്. ഇനി അവർ നമ്മളെ ദ്രോഹിച്ചവരാണെങ്കിൽ പോലും ഈ ബന്ധുക്കള് നമ്മൾ കക്ഷികളാവുകയേ ചെയ്യരുത്. കാരണം പരിശുദ്ധമായ ഇസ്ലാമിൽ വാപ്പയുടെ ഉമ്മയുടെ കൂട്ടുകാർക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം നമ്മൾ അറിഞ്ഞാൽ എങ്ങനെയാണ് സ്വന്തം ചോരക്ക് ആദരവ് നമ്മൾ കൊടുക്കാതിരിക്കുക? മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു നടന്നു വരുമ്പോൾ മരുഭൂമിയിലൂടെ ഒരു വയോവൃദ്ധനായ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്നു. കണ്ടപാടെ കുതിരപ്പുറത്തുനിന്ന് ചാടി ഇറങ്ങി ആ വയോവൃദ്ധനായ മനുഷ്യനെ കുതിരപ്പുറത്ത് കയറ്റിയിട്ട് തന്റെ തലപ്പാവെടുത്ത് ആ മനുഷ്യന്റെ തലയിൽ വെച്ചു കൊടുത്തു. കണ്ടു നിന്ന ആളുകളൊക്കെ ചോദിച്ചു, നിങ്ങൾ ആരെയാണ് ഈ കുതിരപ്പുറത്ത് കയറ്റിയത്? നിങ്ങൾ ആ കുതിരയെ നയിക്കുന്നത് കടിഞ്ഞാണ് പിടിച്ചുകൊണ്ടും മുന്നിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, വളരെ ബഹുമാന പുരസരം. ആരാണ് ഇദ്ദേഹം? വല്ല രക്തബന്ധമുള്ള ആളാണോ? അപ്പം അബ്ദുല്ലാഹ് ബിൻ ഉമർ തങ്ങൾ പറഞ്ഞു, അല്ല, ഇതെന്റെ വാപ്പ ജീവിച്ചിരുന്നപ്പോൾ വാപ്പാടെ കൂട്ടുകാരനായിരുന്നു. വാപ്പാടെ കൂട്ടുകാരൻ അത്രയും വില, സ്ഥാനം, മഹത്വം കൊടുക്കണമെങ്കിൽ സ്വന്തം ചോരക്ക്, എളാപ്പാക്കും മൂത്താപ്പാക്കും മൂത്തുമ്മാക്കും എളാമാക്കൊക്കെ എന്തായാലും വില അള്ളാഹുവിന്റെ അടുക്കൽ. ആ സ്ഥാനം നമ്മൾ മാനിച്ച് അവരെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. നമ്മുടെ വാപ്പയുമ്മയൊക്കെ പിണങ്ങിക്കോട്ടെ, അതൊക്കെ അവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാവാം. പക്ഷേ നമ്മൾ അനാദരിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് സ്വന്തം ചോരക്ക് വലിയ വിലയുണ്ട്. അതുകൊണ്ട് ഇവരെ പിണങ്ങിയാലും നമ്മൾ പിണങ്ങരുത്. നമ്മൾ കാണാൻ വെച്ചിരിക്കണം, സലാം പറയണം, മുത്താപ്പ സുഖമാണ്, ഇളമ്മ സുഖമാണെന്ന് ചോദിക്കണം. ബാക്കി എന്താ?